ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡ്സിൻ്റെ കോഡ് സെറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിവിടെ 7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് കോഡ് സെറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിനായിട്ട് തുണിയുടെ വീതി എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. ലെങ്ത് വന്നിട്ട് 25 ഇഞ്ചാണ്. ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഒന്നിച്ചിട്ട് വേണമെങ്കിൽ 2 പീസും കൂടെ കട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ബോഡിയിൽ നിന്ന് അളവെടുത്തത് വെച്ചാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ കിഡ്സിൻ്റെ സൈസ് ചാർട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇപ്പോൾ തുണി നമ്മളിവിടെ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇനി മടക്ക് വശത്ത് നിന്ന് നമുക്ക് ഷോൾഡർ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ മടക്ക് വശത്ത് നിന്നും ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും ഞാൻ 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് അവിടെയും ഒരു 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ എൽ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ലെങ്ത് നീട്ടി വരച്ച അവിടെയാണ് നമ്മൾ ഇവിടെയായിട്ടാണ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 6.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. പിന്നീട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേസ്റ്റ് ലെങ്ത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ടിനെക്കാട്ടിൽ 1/2 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളും ചേർത്തൊന്ന് വരച്ച് ഇങ്ങനെ എടുക്കുവാണ്. പിന്നീട് ഇവിടെ നിന്നും നമുക്ക് താഴേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചെടുക്കുവാണ്. നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് സൈഡ് വശം തൂങ്ങി നിൽക്കാതിരിക്കാൻ നമ്മൾ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ വീതിയുടെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോൾ ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആം ഹോൾ ലെങ്ത് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്ത ചെസ്റ്റ് റൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത് സെയിം തന്നെയാണ്. നമ്മൾ ബാക്ക് പാർട്ടിനെടുത്ത ലെങ്ത് തന്നെയാണ് ഫ്രണ്ട് പീസിന് 25 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. വീതി വന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ടിന് 23 ഇഞ്ചാണ്. എന്നാൽ ഫ്രണ്ട് പീസിൽ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 6 ഇഞ്ചും കൂടെ കൂട്ടി 29 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിനായിട്ട് എടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു 6 ഇഞ്ചും കൂടെ വരുന്ന രീതിയിലുള്ള തുണി എടുത്തേക്കുന്നത്. അതിനെ നമ്മളിവിടെ 2ആയിട്ടൊന്ന് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മൾ 2 വശത്തേക്ക് അപ്പുറം ഇപ്പുറമായിട്ട് 3 ഇഞ്ച് വരുന്ന ടോട്ടൽ 6 ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് എടുത്തേക്കുന്നത്. ആ 3 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓപ്പൺ കൊടുക്കാനായിട്ടാണ്, ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മടക്ക് വശത്ത് നിന്നാണ് നമ്മൾ 3 ഇഞ്ച് താഴെ വരെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിന്ന് ഒരു ലൈൻ വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ആ മാർക്ക് ചെയ്ത് 3 ഇഞ്ചിലൂടെ ഒന്ന് ലൈൻ വരച്ചെടുക്കുവാണ്. ഫ്രണ്ടിലായിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഈ ഓപ്പൺ നമ്മൾ മടക്കി വെച്ചെടുക്കുമ്പോൾ 1 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതി. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. 2ആയിട്ടൊന്ന് മടക്കി വെച്ച് നമ്മൾ എടുക്കും. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലെങ്തിലേക്ക് വേണം ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിലേക്കാണ് നമ്മൾ കറക്റ്റായിട്ട് ബാക്ക് പാർട്ട് വെച്ചത്. കൊടുത്തതിന് ശേഷം ബാക്കി അളവുകളെല്ലാം കറക്റ്റ് ബാക്ക് പാർട്ടിൻ്റെ അതുപോലെ നമ്മളൊന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അളവുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ ഇവിടെ ബാക്ക് പീസ് വെച്ച് നമ്മൾ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ബാക്ക് പീസിൻ്റെ അത്രയും ലെങ്ത് ആ ഓപ്പണിൻ്റെ അവിടെ ഓപ്പൺ ഭാഗത്ത് കൊടുക്കുന്നില്ല. ഒരു 21.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ച് അത് കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നീട് ഫ്രണ്ട് ഓപ്പൺ ആക്കി 2 പീസ് ഫോൾഡ് ചെയ്ത വശമല്ലേ നമ്മൾ അവിടെ ഓപ്പൺ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര അളവിലാണെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇവിടെ ബാക്ക് നെക്ക് വിഡ്ത്ത് 1.25 ഇഞ്ചും നെക്ക് ലെങ്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ റൗണ്ട് നെക്ക് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ 3 ഇഞ്ച് വിട്ടതിന് ശേഷം 1.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും റൗണ്ട് നെക്ക് വരച്ച് നമ്മൾ ആ വെളിയിലേക്ക് ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ക്രോസ് പീസ് വെച്ചാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് അന്നേരത്തേക്ക് 2 ഇഞ്ച് ആവുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് ആം റൗണ്ട് നമ്മൾ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ചാണ് കിട്ടിയിരുന്നത്. നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ച് വീതി നമുക്ക് തുണി 4ആയിട്ട് മടക്കിയിടുമ്പോൾ കിട്ടണം. ഇവിടെ ഞാൻ ചെറിയൊരു പഫ് സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് ആ 6.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി ഒരു 8.5 ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ തുണി ഇപ്പോൾ ഇവിടെ മടക്കി ഇട്ടേക്കുന്നത്. നമ്മുടെ ചാനലിൽ സ്ലീവ് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവിൻ്റെ അതുപോലെ തന്നെ നോർമൽ സ്ലീവിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. നമ്മളിവിടെ സ്ലീവ് ലെങ്ത് ഒരു 9.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നിന്നും താഴേക്ക് നമ്മളൊരു 8.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് 6.5യുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് 8.5 ഇഞ്ച് എന്നിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് നീക്കി ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മളൊരു സ്ലീവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ബോട്ടം റൗണ്ടിൻ്റെ 4.5 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് അവിടെ ഒരു നോച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടുണ്ട് തുണി. അവിടെ 1 ഇഞ്ച് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഉള്ളിലേക്ക് മടക്കി ചീത്ത വശത്തേക്കാണ് നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് 1 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് 1 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ചീത്ത വശത്തേക്കാണ് മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇവിടെ 2 സൈഡ് നമ്മൾ ഓപ്പൺ ഭാഗം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡും നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെയാണ് വരുന്നത്. 2 പീസ് ഒരു പീസിൻ്റെ മുകളിലേക്ക് അടുത്ത ഓപ്പൺ ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഷോൾഡർ ഒരുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത പീസും നല്ല വശം ചേർത്ത് വെച്ച് അടുത്ത ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇവിടെ സ്ലീവിൽ ചെറുതായിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ എടുക്കുവാണ്. ആദ്യം ഒരു സ്ലീവിൽ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരു പഫ്, ചെറിയ രീതിയിലുള്ള പഫാണ്. ഇനി അടുത്ത സ്ലീവിൽ നമ്മൾ ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ്. 2-3-4 പ്ലീറ്റാണ് വരുന്നത്. ഇതുപോലെ 2 സ്ലീവിൽ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുത്തു. അതിൻ്റെ താഴ്വശം ഒന്ന് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് ആദ്യം 1/2 ഇഞ്ച് ഒന്ന് മടക്കി പിന്നീട് വീണ്ടും 1/2 ഇഞ്ച് ഒന്നുകൂടെ മടക്കി അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സ്ലീവ് നമ്മളിവിടെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട്
എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി ഒരുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം സെൻറ്റർ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കി ആ സെൻറ്റർ ഭാഗം നമ്മുടെ ഷോൾഡറും ജോയിൻ്റ് ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു സൈഡിലേക്ക് നമ്മൾ സ്ലീവ് സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നീട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാനുള്ള താഴേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരു സൈഡിലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബോഡി പാർട്ടൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം സ്ലീവ് ഇതുപോലെ മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡറും ജോയിൻ്റ് ചെയ്ത സെൻറ്റർ ഭാഗത്തേക്ക് ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നീട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തോടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബാലൻസ് അടുത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ സ്ലീവ് വലിച്ച് പിടിക്കുകയൊന്നും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ആ ഇവിടേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്നും എത്രയാണോ നമ്മൾ വിട്ട് സ്ലീവിൻ്റെ ഓപ്പണിൻ്റെ ഭാഗത്ത് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ 1 ഇഞ്ചാണ് ബോഡി പാർട്ടിലെല്ലാം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴേക്ക് വരുംതോറും ആ 1 ഇഞ്ച് കുറച്ച് 1/2 ഇഞ്ച് വീതിയിലേക്കാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ അവിടെ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബോഡി പാർട്ടിലേക്ക് വന്ന് അവിടെ നമ്മൾ 1 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അവിടെ എല്ലാം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുംതോറും നമ്മൾ ആ തയ്യൽ തുമ്പ് കുറച്ച് 1/2 ഇഞ്ചാക്കി താഴെ വശം വരുമ്പോഴത്തേക്ക് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. അങ്ങനെ താഴെ വശത്ത് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ സൈഡ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ചേർത്ത് വെച്ച് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് താഴെ വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൽ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് നമുക്കിനി ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്വശം ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കയറി നിൽക്കുന്ന ആ ഓപ്പണിൻ്റെ ഭാഗത്ത് കയറി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒത്തിരി വീതിയിലല്ല, നമ്മൾ 1/4 ഇഞ്ച് വീതിയിലാണ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇവിടെ താഴ്വശവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ക്രോസ് പീസ് ഉപയോഗിച്ചാണ് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് ഒന്ന് വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ തുടക്ക ഭാഗത്തൊന്ന് മടക്കി വെച്ച് വേണം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ ക്രോസ് പീസ് നല്ല വശത്തേക്കാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻഡ് ഭാഗത്ത് വന്ന് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ആ പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ തുടക്ക ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് എക്സ്ട്രാ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ക്രോസ് പീസിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് പീസ് ഉള്ളിലേക്ക് മറിഞ്ഞ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ക്രോസ് പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം.
അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നെക്ക് എങ്ങനെ ക്രോസ് പീസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിവിടെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി കണ്ടില്ലേ, നെക്കിൻ്റെ ഭാഗവും താഴ്വശവും എല്ലാം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ഭാഗമാണ് വരുന്നത്. ഇവിടെ ഞാൻ പ്രസ് ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് പ്രസ് ബട്ടൻ്റെ മെഷീന്, അതിൻ്റെ കൂടെയുള്ള ബട്ടണും. ഇതുപയോഗിച്ച് എങ്ങനെയാണ് പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് എല്ലാം പ്രസ് ബട്ടൺ എല്ലാം വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചേരുന്ന ഒരു പാൻറ്റും കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യണം. അതിനായിട്ട് തുണി 4ആയിട്ട് മടക്കിയിടണം. ഇവിടെ നമ്മളിപ്പോൾ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് ചുളിവുകളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മുകളിലായിട്ട് 1.5 ഇഞ്ച് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിനായിട്ട് 1.5 ഇഞ്ചിൽ നിന്ന് 2 അറ്റത്തും ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ആ 2 പോയിന്റുകളും ചേർത്തൊരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ആ ലൈനിലായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 7 ഇഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് തുണി 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതും ഞാനിവിടെ 9 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 1.5 ഇഞ്ച് വിട്ടിട്ടാണ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെയും 9 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് 2 പോയിന്റുകളും ചേർത്ത് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്രോച്ച് കർവ് കൊടുക്കാനായിട്ട് എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തതിന് ശേഷം ആ ക്രോച്ച് ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളൊരു കർവ് ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നീട് നമുക്കിനി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത് നമ്മൾ ആ 1.5 ഇഞ്ച് വിട്ട് അതിന് ശേഷമാണ് ആ ലൈനിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് പാൻറ്റിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 1.5 ഇഞ്ചിൻ്റെ ലൈനിൻ്റെ താഴേക്ക് നമ്മൾ 24 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് അങ്ങനെ 26 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ താഴത്തെ ബോട്ടം റൗണ്ട് ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പിന്നീട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്നും ആ 7.5 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമ്മുടെ ആ ക്രോച്ച് കർവ് വരച്ചില്ല ആ എൻഡ് ഭാഗം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് നമുക്ക് ഇതുപോലെ സ്കെയില് വെച്ചൊന്ന് വളച്ച് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ പാൻറ്റിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് നമ്മൾ എലാസ്റ്റിക് മാർക്ക് ചെയ്ത 1.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ 2 പീസ് വന്നിട്ടുണ്ട് 2 സൈഡിലേക്കുള്ള. ഇനി നമുക്ക് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ കെട്ടിട്ട് തുടക്ക ഭാഗത്ത് കെട്ടിട്ട് തുടങ്ങിയതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് വേണം ക്രോച്ചിൻ്റെ ഭാഗം എടുക്കാനായിട്ട്. ഇതുപോലെ 2 സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത ക്രോച്ചിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സെൻറ്റർ ഭാഗത്താവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കണം. 2 ക്രോച്ചും ഓപ്പോസിറ്റ് വശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മളിവിടെ 2 ഇഞ്ചാണ് കൊടുത്തത്. ആദ്യം 1 ഇഞ്ച് വീതിയിൽ മടക്കി വീണ്ടും 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കി 2 ഇഞ്ചാണ് ടോട്ടൽ കൊടുത്തിട്ട് 1 ഇഞ്ച് വീതിയിൽ മടക്കിയതിന് ശേഷം താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഒരു സൈഡ് നമ്മൾ മടക്കി വെച്ച് സ്റ്റിച്ചിട്ടെടുക്കുവാണ്.
അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് അടുത്ത താഴ്വശവും ഇതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി വീണ്ടും 1 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് മടക്കി വെച്ചാണിത് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത്. ഇങ്ങനെ അങ്ങനെ 2 താഴ്വശവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴ്വശത്തുനിന്ന് സ്റ്റിച്ച് ഇട്ടൊന്ന് ഇങ്ങനെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്ന, താഴേന്ന് സ്റ്റിച്ചിട്ട് തുടങ്ങാവുന്നതാണ്. നമ്മളിവിടെ കെട്ടിട്ട് വേണം സ്റ്റിച്ചിട്ട് തുടങ്ങാനായിട്ട്. ഒരുപോലെ പിടിച്ച് 2 സൈഡും ഒരുപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ചിട്ട് എടുക്കാവുന്നതാണ്. ക്രോച്ചിൻ്റെ ഭാഗം വരുമ്പോൾ 2 ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റ് ഒരുപോലെ വരണം. നമ്മൾ ഇതുപോലെ വെച്ച് 1/2 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ചിട്ട് എടുക്കുന്നത്. നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. അവിടെയും എൻ്റെ ഭാഗത്തൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ 2 സ്റ്റിച്ച് ഇട്ടെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യൽ വിട്ടു പോകും. ഇവിടെ അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. അങ്ങനെ ഇനി നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടി ഇനി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഇതുപോലെ റൗണ്ടിൽ ചുറ്റിനും ഒന്ന് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഇവിടെ 23.5 ഇഞ്ചാണ്. അതിൽ നിന്നും 4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 19.5 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും 4 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചോ കുറച്ച് ഇലാസ്റ്റിക് എടുക്കാവുന്നതാണ്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ 3 ഇഞ്ച് കുറച്ചാൽ മതി. അധികം ടൈറ്റ് ഇല്ലാത്തതാണെങ്കിൽ 4 ഇഞ്ച് കുറയ്ക്കും. ഞാനിവിടെ 19.5 ഇഞ്ച് ലെങ്തിലുള്ള ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡ് ഭാഗം ഇതുപോലെ വെച്ച് 1/2 ഇഞ്ച് വീതിയിലൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റൗണ്ടിൽ പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ എലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എൻ്റെ ഭാഗം ഒന്ന് മടക്കി വെച്ച് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നമ്മൾ ഒരു പോയിൻ്റ് വെളിയിലേക്ക് തുണി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എലാസ്റ്റിക്കിലേക്ക് വന്ന് സ്റ്റിച്ച് കൊള്ളരുത്. നമ്മൾ ഈ മടക്കി വെക്കുന്ന തുണി എലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ പുറത്തൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് എടുക്കുന്നത്. ഇങ്ങനെ സ്റ്റിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ എലാസ്റ്റിക് എത്താതെ വരും. നമ്മൾ അന്നേരം ഒന്ന് എലാസ്റ്റിക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുത്താണ് നമ്മൾ പിന്നീട് ബാലൻസ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളരുതെന്ന് പറയുന്നത്. നമ്മൾ എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളുവാണെങ്കിൽ നമ്മളിങ്ങനെ എലാസ്റ്റിക് വലിച്ചെടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക്കിൻ്റെ പുറത്തേക്ക് ആ തുണിയുടെ എൻഡ് ഭാഗം നിൽക്കണം. ആ എൻഡ് ഭാഗത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ റൗണ്ടിൽ നമുക്ക് എലാസ്റ്റിക്കിന് ചുറ്റും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്നും 3-4 ഇഞ്ച് കുറച്ചാണ് എലാസ്റ്റിക് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എലാസ്റ്റിക് എൻ്റെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കെട്ടിട്ട് നിർത്തുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എലാസ്റ്റിക് ചുറ്റിനും ഒരുപോലെ എല്ലായിടത്തും വരാൻ വേണ്ടി. പിന്നീട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക്
കുത്തി നിർത്തിയതിന് ശേഷം 2 വശത്തേക്ക് ഇതുപോലെ എലാസ്റ്റിക്കിന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സെൻറ്റർ ഭാഗത്തൂടെ, എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമ്മൾ ഒരു സ്റ്റിച്ചിട്ട് എടുക്കുന്നത്, നമ്മൾ കുറച്ചൊന്ന് യൂസ് ചെയ്ത് കഴുകിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ എലാസ്റ്റിക് ഉള്ളിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗത്തോടെ വലിച്ചു പിടിച്ചൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കുന്നത്. ഇതുപോലെ വലിച്ചു പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ചിടാനായിട്ട്, ഇല്ലെങ്കിൽ എലാസ്റ്റിക്കിൽ തയ്യൽ വീഴത്തില്ല. അങ്ങനെ നമ്മൾ സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ, ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്.